ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് ഈ വ്യക്തിയുടെ നിലവിലെ ചിന്തകളാണ്. ഓക്കെ, ഈ വ്യക്തിയുടെ കറണ്ട് എനർജി അപ്ഡേഷൻസ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഈ പേഴ്സൺ ഈ ഒരു നിമിഷത്തിൽ ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള റീഡിംഗ് ആണ്. സോ നമുക്ക് ഫസ്റ്റ് പൈലിലേക്ക് പോകാം. ഫസ്റ്റ് പൈൽ ചേഞ്ച് ആണ്. ഓക്കെ, ഒരു ചേഞ്ച്, ഒരു യൂണിക്കോൺ കാർഡാണ്. ഓക്കെ, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാർഡാണ് ദ ചേഞ്ച്. ദെൻ ദിസ് വൺ ഇസ് ദ സെക്കൻഡ് പൈൽ, ദ ലവ്. ഓക്കെ, സ്നേഹം, പ്രണയം, അറ്റാച്ച്മെന്റ്, അഫെക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ ഏത് കാർഡാണോ നിങ്ങൾക്ക് കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിക്കുന്നത് ആ ഒരു കാർഡ് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് പൈലിലേക്ക് പോകാം. ചേഞ്ച്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ഫസ്റ്റ് പയൽ ദിസ് ചേഞ്ച് കാർഡ് ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ നിലവിലെ ചിന്തകൾ, ഈ പേഴ്സൻ്റെ കറണ്ട് എനർജി അപ്ഡേഷൻസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ ലെറ്റ്സ് ഹാവ് ദ സ്പ്രെഡ് ഹിയർ. ഓക്കെ, ലെറ്റ് ഇൻ ഗോ. ഓക്കെ, ദ ഗോ വിത്ത് ദ ഫ്ലോ. യെസ്, നൈസ് മെസ്സേജ്. ഓക്കെ, അപ്പോൾ അതിന് മുന്നായിട്ട് ഒരു അറിയിപ്പുണ്ട്. സ്ക്രീനിൽ കാണിക്കുന്നതാണ് ക്രിസ്മസ് ഓഫറാണ്. അപ്പോൾ ഈ ഒരു ക്രിസ്മസ് ഓഫറിൽ പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. ഓക്കെ, വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ പറയുന്നതായിരിക്കും. ബാക്ക് ടു റീഡിംഗ്. അപ്പോൾ ഈ വ്യക്തിയുടെ നിലവിലെ ചിന്തകളാണ്. ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, ദ കറന്റ് എനർജിയാണ്. നമുക്കിവിടെ അത്യാവശ്യം നല്ലൊരു സ്പ്രെഡാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അത്യാവശ്യം നല്ലൊരു എനർജിയാണ് നമ്മൾക്ക് ലഭിച്ചിട്ടുള്ളത്. ദിസ് ഇസ് ബിക്കോസ് ഈ പേഴ്സൺ ഗോ വിത്ത് ദ ഫ്ലോ ആണ് ഉദ്ദേശിക്കുന്നത്. കാരണം അത് സംതിങ് കുറച്ച് ആൾക്കാരെങ്കിലും ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ വ്യക്തി, ഓക്കെ, നിങ്ങളുടെ കാര്യമല്ല, നിങ്ങളുടെ വ്യക്തി കുറച്ചും കൂടി സ്പിരിച്വലി അവേക്കനിങ് ആയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അതിപ്പം യൂണിവേഴ്സായിട്ട് കണക്റ്റഡ് ആവുന്നതോ അല്ലെങ്കിൽ മേ ബി അമ്പലങ്ങളിലോ പള്ളികളിലോ ഒക്കെ പോകുന്നതാകാം. കുറച്ചും കൂടി ആത്മീയമായിട്ട്, അതായത് ഒരു സോൾ പ്യൂരിഫിക്കേഷൻ നമ്മൾക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അത് മേ ബി ഒരു മെഡിറ്റേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ റേക്കി ഹീലിംഗ് ആയിരിക്കാം. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷേ എന്നിരുന്നാൽ കൂടി ഈ വ്യക്തിക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ ഈ വ്യക്തിക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. സോ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തിയുടെ ചിന്തകളിലും അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ പ്രവൃത്തികളിലും സംസാര രീതികളിലും ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പൊ പണ്ട് ഭയങ്കര ജോളിയായിട്ട് ഭയങ്കര കോമഡി ആയിട്ടൊക്കെ സംസാരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ആ വ്യക്തിക്ക് ഇനി മുതൽ മാറ്റങ്ങൾ സംസാരത്തിലൂടെയൊക്കെ കുറച്ച് സീരിയസ് ആവുകയോ അല്ലെങ്കിൽ എന്താ പറയുക, ഭയങ്കര ദേഷ്യപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദേഷ്യമൊക്കെ മാറി ഒരു കൂളായിട്ട് ബിഹേവ് ചെയ്യുന്ന രീതിയോ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ഈ ഒരു പേഴ്സൺ ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു ചേഞ്ചസിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആൻഡ് ഓൾസോ ഓഫ് കോഴ്സ് ഈ പേഴ്സന്റെ മനസ്സിനെയും ശരീരത്തെയും ചിന്തകളെയും നല്ല രീതിയിൽ ശുദ്ധീകരിക്കുന്നുണ്ട്. ഓക്കെ, അത് പറയാതിരിക്കാൻ വയ്യ. ബിക്കോസ് ഇറ്റ്സ് ഓൾ അബൌട്ട് ക്ലെൻസിങ് ആണ്. അത് മേ ബി തീർത്ഥം വെച്ച് തളിക്കുന്നതോ അല്ലെങ്കിൽ പുണ്യ നദിയിൽ പോയി സ്നാനപ്പെടുന്നതോ അല്ലെങ്കിൽ പുണ്യ തീർത്ഥയാത്രകൾ ചെയ്യുന്നതോ, ഓക്കെ, അതൊക്കെ കണക്ട് ചെയ്ത് കിടക്കുന്നുണ്ട്. അത് മേ ബി നിങ്ങൾക്ക് ഇപ്പോൾ ആ പേഴ്സൺ അങ്ങനെ ഒരു അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ അക്യുറേറ്റ് ആയിട്ട് തോന്നിക്കും. ഓക്കെ, എന്തായാലും ഈ പേഴ്സൺ ഒരു എന്താണ് സെൽഫായിട്ട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ പേഴ്സൺ ഒരു കാര്യവും നിങ്ങളോട് പറയുന്നില്ലെങ്കിൽ കൂടി, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് എന്നുള്ളത് പറയുന്നില്ലെങ്കിൽ കൂടി ഈ വ്യക്തിക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുന്ന കാര്യങ്ങൾക്കോ ഈ പേഴ്സൺ മറുപടി തരണം എന്നില്ല. ഓക്കെ, ബിക്കോസ് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തി കുറച്ച് സ്പിരിച്വലി അല്ലെങ്കിൽ കുറച്ച് ശാന്തമായിട്ടുള്ള രീതിയിൽ മേ ബി സോഷ്യൽ മീഡിയയിലൊന്നും മേ ബി ചിലപ്പോൾ ഉണ്ടാവില്ല. അക്കൗണ്ടൊക്കെ മേ ബി ഡീആക്ടിവേറ്റ് ചെയ്ത് കളയുക അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് കളയുക, അത്തരം സന്ദർഭങ്ങളും നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ബിക്കോസ് ഈ വ്യക്തിക്ക് ഒരു പുതിയ ഒരു ലൈഫിലേക്ക് വരണമെന്നുണ്ട്. ഓക്കെ, ബിക്കോസ് ഈ വ്യക്തി കടന്നു പോകുന്ന സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ മോശമായിരുന്നു. ചിലവർക്ക് ഇപ്പോഴും മോശം തന്നെയാണ്. പക്ഷെ ചില ആളുകൾക്ക് സ്പിരിച്വലി കണക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവര് പല രീതിയിലുള്ള പാഠങ്ങളും പഠിക്കുന്നു എന്നുള്ളതാണ്, പല രീതിയിലുള്ള സത്യങ്ങളും മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സൺ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുന്നുണ്ട്.
ആൻഡ് ഓൾസോ നിങ്ങളുടെ കാര്യത്തിലായാലും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ട് വരും. അതല്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് മെഡിറ്റേഷൻ എങ്കിലും ചെയ്യുക. അതുപോലെ എന്താ പറയുക, കുറച്ച് നല്ല ഫുഡ് കൺട്രോളിൽ വരിക. ഓക്കെ, പച്ചക്കറികൾ ഫ്രൂട്ട്സ് ഒക്കെ കുറച്ചധികം കഴിക്കുക, ധാരാളം വെള്ളം കുടിക്കണം. നിങ്ങളും കുറച്ചും കൂടി പ്യൂരിഫൈ ആകേണ്ടതായിട്ടുണ്ട്. ഉറപ്പായിട്ടും ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു റെസ്പോൺസ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അത് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടികളായിട്ടും നിങ്ങളുടെ കോളുകൾക്കുള്ള മെസ്സേജുകൾക്കുള്ള മറുപടിയൊക്കെ ആയിട്ട് ഈ പേഴ്സൺ തരുന്നതായിരിക്കും. പക്ഷെ ഇപ്പോൾ നിങ്ങൾ അത് പറഞ്ഞിട്ട് നിങ്ങൾ വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല. ബിക്കോസ് സിറ്റുവേഷൻ ഇങ്ങനെയാണ്. സിറ്റുവേഷൻ അനുസരിച്ചാണ് ഓരോ മനുഷ്യരും ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചാണ് കാര്യങ്ങൾ ഇരിക്കുന്നത്. എനിവേ ഈ വ്യക്തി ഒരു പ്രോസസ്സിംഗ് സ്റ്റേജിലാണ്. തുടക്കവുമല്ല അവസാനവുമല്ല, ആ ഒരു നടുക്ക് ഉള്ള ഒരു അവസ്ഥ. ഓക്കെ, അത് പ്രോസസ്സിങ്ങിലാണ്, ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. ഐ നീഡ് ആൻ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾ അങ്ങോട്ട് പോയിട്ടല്ല ഈ വ്യക്തി ഇങ്ങോട്ട് വരേണ്ടത്. ഈ വ്യക്തി സ്വമേധയാ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരുന്നതായിട്ട് കാണിക്കുന്നു. ഐ ആം ഗ്രേറ്റ്ഫുൾ, ഐ ഗെറ്റ് ടു ലവ് യു. ഓക്കെ, അപ്പോൾ യെസ്, ഞാൻ പറഞ്ഞല്ലോ ഈ പേഴ്സൺ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ട്, നന്ദി പറയുന്നുണ്ട്. എനിവേ, അപ്പോൾ ദാറ്റ് മീൻസ് ഈ വ്യക്തിക്ക് നിങ്ങളെ വേണം എന്ന് തന്നെയാണ്, സ്നേഹമുണ്ട്. ബോട്ടിൽ ആർട്ട് ലവർ, നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ക്രാഫ്റ്റ് വർക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ആയിട്ടൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് ഒക്കെ ഒന്ന് ചെയ്ത് ലെഷർ ടൈം കണ്ടെത്തുക. തൃശ്ശൂർ കിട്ടിയിട്ടുണ്ട്. ലിയോ സാജിറ്റേറിയസ് കോമ്പിനേഷൻ. ദെൻ ഔട്ട്സൈഡ് ഇന്ത്യ, മേ ബി ഹി ഓർ ഷീ വിൽ ബി ഔട്ട്സൈഡ് ഇന്ത്യ, അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം. ഓക്കെ, സ്പാർക്ലിംഗ് ഐസ് കിട്ടിയിട്ടുണ്ട്. ദെൻ ദ പോലീസ് ഇസ് ഹിയർ. ഐ മീൻ പോലീസ് പ്രൊഫഷണലായിരിക്കണം. ഓക്കെ, ലെറ്റർ കെ. ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ് എന്ന് പറയുന്നത്. സോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് ക്രിസ്മസ് ഓഫർ ആണ്. അപ്പോൾ ഈ ഒരു പേഴ്സണൽ റീഡിങ് ഈ ഒരു ക്രിസ്മസ് ഓഫറിൽ ഇപ്പോൾ അവൈലബിൾ ആണ്, കിട്ടുന്നതാണ്. സോ പേഴ്സണൽ റീഡിങ് ഈ ഒരു ക്രിസ്മസ് ഓഫറിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. ആൻഡ് ഓൾസോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. റീസണേറ്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത്, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും ബൈ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു സെക്കൻഡ് പയൽ ദിസ് ലവ് കാർഡ് ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. നമുക്ക് നോക്കാം ഈ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ്, കറണ്ട് എനർജി അപ്ഡേഷൻ, നിലവിലെ ചിന്തകൾ നോക്കാം. ഓക്കെ, ദ ടെലിപ്പതിക്കൽ കണക്ഷൻ ഈസ് ഹിയർ ആൻഡ് ഓൾസോ ദ കമ്മ്യൂണിക്കേഷൻ, യെസ്, ദ കറേജ്, ദ സ്ട്രെങ്ത്, ഫിയർനെസ് ആൻഡ് ഫാമിലി. ഓക്കെ, ഇവിടെ എന്തുകൊണ്ടോ ഈ പേഴ്സൺ അതിനു മുന്നേ ഒരു അറിയിപ്പുണ്ട് കേട്ടോ. ക്രിസ്മസ് ഓഫർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആണ്. ക്രിസ്മസ് ഓഫർ ഇപ്പോഴും അവൈലബിൾ ആണ്. അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ക്രിസ്മസ് ഓഫറിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. ഓക്കെ, ബാക്ക് ടു റീഡിങ്. നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു എന്താ പറയുക, സ്ത്രീകളാണ് കുറച്ചും കൂടി പവർഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥ കാണിക്കുന്നുണ്ട്. അതായത് സ്ത്രീകൾ, പക്ഷെ പുരുഷന്മാരും ഉണ്ട്, പക്ഷെ എങ്കിൽ കൂടെ സ്ത്രീകളാണ് കുറച്ചും കൂടെ ഇതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടുന്നതായിട്ട് കാണിക്കുന്നത്. ഓക്കെ, പുരുഷന്മാരുണ്ടെങ്കിൽ കൂടി അവർ കുറച്ച് വെയിറ്റിങ്ങിൽ നിർത്തുന്ന ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട്. അതായത് ഇതെങ്ങനെ വർക്കൗട്ട് ആക്കി എടുക്കാൻ പറ്റുമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ബിക്കോസ് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേരും നിങ്ങൾ ഡിവോഴ്സിൽ എത്തി നിൽക്കുന്ന ആൾക്കാരായിരിക്കണം. ഓക്കെ, അതായത് നിങ്ങളും ഡിവോഴ്സ്ഡ് ആണ്, നിങ്ങളുടെ വ്യക്തിയും ഡിവോഴ്സ്ഡ് ആണ്. ഓക്കെ, ഇറ്റ്സ് എ ജനറൽ റീഡിങ്, എല്ലാ എനർജീസും വരും. സോ അല്ലെങ്കിൽ ഇപ്പം ലവേഴ്സ് ആണെങ്കിൽ കൂടി അവിടെ ഒരു തേർഡ് പാർട്ടി ആയിട്ട് ഫാമിലി നിൽക്കുക. ഓക്കെ, അല്ലെങ്കിൽ കുറച്ച് ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ കൂടി ഇവിടെ ഒരു സെപ്പറേഷൻ പീരീഡ് നമ്മൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഉറപ്പായിട്ടും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് പല കേസുകളിലും പല ടൈപ്പ് ഓഫ് ആൾക്കാരായിരിക്കാം. പക്ഷെ എങ്കിൽ കൂടെ ഇവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഒരു സാന്നിധ്യം നമ്മൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതിപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് ജീവിച്ച് പോകുമ്പോൾ മേ ബി ഹസ്ബൻഡിൻ്റെ വീട്ടുകാരായിരിക്കാം തേർഡ് പാർട്ടി, അല്ലെങ്കിൽ വൈഫിൻ്റെ വീട്ടുകാരായിരിക്കാം. ഡിവോഴ്സീസ് ആണെങ്കിൽ ആ ഒരു എക്സ് ഹസ്ബൻഡ് അല്ലെങ്കിൽ എക്സ് വൈഫ് സമാധാനം തരാത്ത അവസ്ഥ,
അതൊരു തലവേദനയായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ. പക്ഷെ എങ്കിൽ കൂടി ഈ വ്യക്തി മനസ്സുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ഓക്കെ. എനിവേ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ വ്യക്തിയായിട്ട് അടുത്തല്ല നിൽക്കുന്നത്. അതായത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചല്ല. ഉറപ്പായിട്ടും ഈ വ്യക്തി അകലെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ അകലെയാണ്. ഓക്കെ. കുറച്ച് ലോങ് ഡിസ്റ്റൻസ് ആ ഒരു കണക്ഷൻ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഈ വ്യക്തിക്ക് ആശ്വാസം കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ ഈ വ്യക്തി കുറച്ച് സമാധാനം കണ്ടെത്തുന്നത് നിങ്ങളുടെ പ്രസൻസോട് കൂടിയാണ്. അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, നിങ്ങളുടെ ഫോട്ടോ നോക്കി സംസാരിക്കുമ്പോഴാണ് ഈ വ്യക്തിക്ക് സമാധാനം ലഭിക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ മേ ബി നിങ്ങൾ കോളിംഗ് ഉണ്ടായിരിക്കണം. മീൻസ് കമ്മ്യൂണിക്കേഷനൊക്കെ അത്യാവശ്യം പോകുന്നുണ്ട് നന്നായിട്ട്. അപ്പോൾ ആ ഒരു കോളിംഗ് ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ അത് എന്തായാലും നിങ്ങൾ മുടങ്ങാതെ ചെയ്യുന്നതായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും അത് ഒരുപാട് റിലീഫ് ലഭിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഹീലിംഗ് ആയിട്ടുള്ള ഒരു പർപ്പസ് ആണ്, അല്ലെങ്കിൽ ഹീലിംഗ് ആണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ആൻഡ് ഓൾസോ ഇവിടെ പുരുഷന്മാർക്കാണ് കുറച്ചും കൂടി സ്ട്രെങ്ത് വരേണ്ടത്. സ്ത്രീകൾ കുറച്ചും കൂടി ബോൾഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ പുരുഷന്മാര് കുറച്ചും കൂടി ഒരു കറേജിയസ് ആയിട്ട്, അതായത് നിങ്ങൾക്ക് ടെൻഷനും കാര്യങ്ങളും, ഈ സ്ത്രീകളൊക്കെ ആണെങ്കിൽ കുറച്ച് ഒന്ന് കരഞ്ഞൊക്കെ ഉള്ളിലുള്ള വിഷമം ഒക്കെ പുറത്തോട്ട് കളയും. പക്ഷെ പുരുഷന്മാർക്ക് എന്തുകൊണ്ടോ അത് മിക്കവരും എൻ്റെ അടുത്ത് പറയാറുണ്ട്, കരയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഷെയിമാണെന്ന്. അങ്ങനെയൊന്നുമില്ല. അതും ഒരു ടെക്നിക്കാണ്. നമ്മുടെ മനസ്സിലെ വിഷമങ്ങൾ പുറത്തേക്ക് തള്ളാനുള്ള ഒരു മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്ക് കരയുക എന്നുള്ളതാണ്. എന്നും കരുതി 24 മണിക്കൂറും കരയാനല്ല. ആ ഒരു മനസ്സിന് ഭയങ്കര ഭാരം വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ അത് കരഞ്ഞ് തന്നെ തീർക്കുക. അത് ഷൗട്ട് ചെയ്ത് തന്നെ കരയുക. കുറച്ച് ശബ്ദമുണ്ടാക്കി തന്നെ കരയണം. അത് ഉറപ്പായിട്ടും നമുക്ക് നല്ല റിലീഫ് ലഭിക്കും എന്നാണ് കാണിക്കുന്നത്. പെട്ടെന്ന് നമ്മുടെ സോള് പ്യൂരിഫൈ ആകും. പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് സ്ട്രെങ്ത് വരുമെന്നാണ് കാണിക്കുന്നത്. അത് ജെൻഡർ വൈസ് യാതൊരുവിധ ബന്ധവുമില്ല. പിന്നെ പണ്ടുള്ളവരൊക്കെ ആൺകുട്ടികൾ കരയാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതി വിശ്വാസം പറഞ്ഞിട്ടാണ് പലവരും അത് സപ്രസ് ചെയ്ത് പിടിച്ചു വെക്കുന്നത്. ബട്ട് ആക്ച്വലി നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ട്രാൻസ്ഫോർമേഷനും സംഭവിക്കില്ല. അതായത് മനസ്സിൽ ഇങ്ങനെ വിഷമം വെച്ച് ഇങ്ങനെ അതിങ്ങനെ തളം കെട്ടി, അതിങ്ങനെ പിടിച്ചു കെട്ടി നിന്ന് അവസാനം അത് ശാരീരിക ബുദ്ധിമുട്ടുകളും മാനസിക പിരിമുറുക്കങ്ങളും, വെറുതെ കുറെ ഡിപ്രഷൻ ടാബ്ലറ്റ്സും കഴിക്കാന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും അതിനോടില്ല. സോ നിങ്ങൾ അത് പുറത്തേക്ക് പറയുകയും, അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് നിങ്ങൾ അത് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ഉറക്കെ കരയുക. എന്നാലാണ് നിങ്ങൾക്ക് അവിടെ ഒരു സംതിങ്, എന്തെങ്കിലും ഒരു ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. ഓക്കെ. അതുകൊണ്ട് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സ്ട്രെങ്ത് വരികയുള്ളൂ. എപ്പോഴും കരയാനല്ല ട്ടോ ഉദ്ദേശിക്കുന്നത്. എപ്പോഴും കരയുന്നത് അത്ര നല്ലതല്ല. ചില സമയത്ത് ആ ഒരു മനസ്സിന് ഇത് വരുമ്പം അത് പുട്ട് ഇറ്റ് ഓഫ് ചെയ്യണം, അത് കളയണം. ഓക്കെ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എനിവേ, നിങ്ങൾ സംതിങ് അഫർമേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കണം ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടൊക്കെ. എനിവേ, അത് നല്ലൊരു ഐഡിയ തന്നെയാണ്, നല്ലൊരു ഒരു കാര്യം തന്നെയാണ്. ആ പേഴ്സണും സംതിങ് ലൈക്ക് എന്തൊക്കെയോ കുറച്ച് സ്ട്രെങ്ത് ലഭിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥനകളോ സംതിങ് അങ്ങനെയൊക്കെ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. എനിവേ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഹീലിംഗ് ആണ്. കുറച്ച് താഴ്മയോടുകൂടി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ, അത് തല്ലുപിടിക്കാനൊന്നും താല്പര്യമില്ല, ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്നത്. അതായത് നിങ്ങൾക്ക് ഒന്നിക്കാനായിട്ട് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ കൂടി എന്താ പറയാ, നിങ്ങളത് താഴ്മയോട് കൂടി അത് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ രണ്ടുപേരും ശ്രമിക്കുന്നുണ്ട്. എനിവേ, നൈസ് ജോബ്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. യെസ്, ഐ ലൈക്ക് ടു ബീയിങ് വിത്ത് യു, ടോക്കിംഗ് വിത്ത് യു ആൻഡ് ലാഫിംഗ് വിത്ത് യു. ഓക്കെ. അപ്പോൾ എന്തായാലും നന്നായിട്ട് സംസാരിക്കുന്ന രണ്ടാൾക്കാരാണ്. സോറി ഡിയർ, ഐ ക്യാൻ റൈറ്റ് നൗ. ഓക്കെ. അപ്പോൾ ഫോണുകളിലൂടെയുള്ള സംസാരമായിരിക്കാം കൂടുതലും. നേരിട്ട് ഫിസിക്കൽ പരമായിട്ട് നേരിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഈ വ്യക്തിക്ക് ഇപ്പോൾ സാധ്യമല്ല എന്നാണ് പറയുന്നത്. മേ ബി അബ്രോഡ് ആയിരിക്കാം. ഒരു ലോങ് ഡിസ്റ്റൻസ് കണക്ഷൻ കാണിക്കുന്നുണ്ട്. മദർ ലവ് കിട്ടിയിട്ടുണ്ട്. ആൻസിസ്റ്റേഴ്സ് ബ്ലെസ്സിങ്. പൂർവികരെ നന്നായിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ. എയർ സൈൻ 666. ദെൻ ഡോണ്ട് സ്റ്റോപ്പ് മാനിഫെസ്റ്റേഷൻ. ഓക്കെ. അഫർമേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കീപ്പ് ഓൺ ഡൂയിങ് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ്. ഓക്കെ. യെസ്. ദെൻ ദ മെഡിറ്റേഷൻ. ഓക്കെ. മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക, ചെയ്യാത്തവർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം.
ഓക്കെ, അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് ക്രിസ്മസ് ഓഫർ. അപ്പോൾ ക്രിസ്മസ് ഓഫർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു പേഴ്സണൽ റീഡിംഗ് ഈ ഒരു ക്രിസ്മസ് ഓഫറിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. ആൻഡ് ഓൾസോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. റീസണേറ്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത്, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും ബൈ.